ഇന്ന് ആക്ച്വലി ഞാനൊരു ഈവനിങ് റൂട്ടീനാണ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ഞാൻ എണീറ്റതേ ഉള്ളൂ. എനിക്ക് ഭയങ്കര കോൾഡും ഭയങ്കര ബുദ്ധിമുട്ടും തലവേദനയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് കിടന്നുറങ്ങി. ഇപ്പോഴാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ ഉള്ള അച്ഛൻ്റെ വീട്ടിലാണ്. ഞാൻ ആക്ച്വലി അമ്മേൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ ഉച്ചയായപ്പോൾ വന്നാൽ ഞങ്ങൾക്ക് രാവിലെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര തലവേദന കോൾഡും മഴ കുറച്ച് കൊണ്ടതുകൊണ്ടായിരിക്കും തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര കോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ എന്തായാലും ഇത് ചെറുതായിട്ട് പനിയിലേക്ക് പോകുന്നൊരു ഡൗട്ടുണ്ട്. സോ അങ്ങനെ ഞാൻ കുറച്ച് ഉറങ്ങിപ്പോയതാണ്. അപ്പോൾ ഉറങ്ങി എണീറ്റപ്പം നമുക്കൊരു കുട്ടി ഈവനിങ് വ്ളോഗ് എടുക്കാം എന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ നമ്മൾ വീഡിയോ ആക്ച്വലി ഒരു ഈവനിങ് വ്ളോഗാണ്. നാട്ടിലെത്തിയിട്ട് ആദ്യത്തെ ഈവനിങ് വ്ളോഗായിരിക്കും ഇത്. ഇന്ന് നമുക്ക് ഇവിടുന്ന് പോയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് കോൾഡ് ആയതുകൊണ്ടും പിന്നെ ഭയങ്കര ത്രോട്ട് പെയിനാണ് കേട്ടോ. അത് രണ്ടും കൊണ്ടാണ് എൻ്റെ സൗണ്ടിൽ ചെറിയൊരു വേരിയേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ നാട്ടിലെത്തിയിട്ട് അങ്ങനെ ഒരുപാട് വ്ളോഗ്സും കാര്യങ്ങളൊന്നും നമ്മൾ ദുബായിലുള്ളത് പോലെ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നാട്ടിലെത്തിയാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ക്യാമറ എടുത്ത് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കുറച്ചൊരു ബുദ്ധിമുട്ടാണല്ലോ. എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് യൂട്യൂബിലേക്കും സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങിയത് കൊണ്ട് തന്നെ ഞാൻ കുറേ വീഡിയോസ് എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. പോകെ നമുക്ക് ഒരുപാട് വീഡിയോസ് എടുക്കാം. പിന്നെ ഞാനൊരു DG ക്യാമറ എടുത്തിട്ടുണ്ട് കേട്ടോ. DJ എന്നാണോ പറയുക, DG എന്നാണോ പറയാമെന്ന് എനിക്കറിയില്ല. എന്തായാലും ആ ഒരു പോക്കറ്റ് ക്യാമറ എടുത്തിട്ടുണ്ട്. അതിലാണ് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് നിങ്ങൾ പറയാം കേട്ടോ. എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജിന് ഭയങ്കര പ്രശ്നം, അതേപോലെ ഫോണിന് ഭയങ്കര ഹാങ്ങും കാര്യങ്ങളൊക്കെ ആയപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഭയങ്കര കൺവീനിയൻ്റ് ആണ്. എനിക്ക് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി നമുക്ക് എവിടെയും ക്യാരി ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ക്യാമറ എടുത്തത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ വ്ളോഗിങ് അതേപോലെ വീഡിയോസൊക്കെ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ ക്യാമറ ഭയങ്കര യൂസ്ഫുൾ ആവുന്നതാണ്. എനിക്ക് ഇത്രയും ദിവസത്തെ ഒരു എക്സ്പീരിയൻസ് തോന്നിയിട്ടുള്ളത്. നല്ല അടിപൊളി, നമുക്ക് ക്യാരി ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കുറേ നേരമായിട്ട് ചായ ഉണ്ടാക്കി വെച്ചിട്ട് ചേച്ചിയമ്മ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പോയി ചായ കുടിക്കട്ടെ. എൻ്റെ വോയിസ് ക്ലിയർ ആവുമെന്നാണ് വിചാരിക്കുന്നത്. മൈക്കൊന്നും വെച്ചിട്ടില്ല, ക്ലിയർ ആവേണ്ടതാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് മാറിയപ്പോഴത്തേക്കും ഭയങ്കര ചൂട്. ഇപ്പോൾ കുറച്ച് നേരം പോലും ഫാൻ ഇടാണ്ടിരിക്കാം. കുറച്ച് ദിവസം മുന്നേ വരെ തണുത്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ മഴ മാറിയപ്പോൾ ഭയങ്കര ചൂട്. നിങ്ങളവിടെ ചൂടുണ്ടാവും? ഭയങ്കര ചൂടാണ് കേട്ടോ. മഴ കുറച്ച് നേരം ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇവിടെ ചൂടെടുക്കാൻ വേണ്ടി തുടങ്ങി. ഇപ്പോഴും നല്ല ചൂടാണ്. നമുക്ക് നേരെ നീ ചായ കുടിക്കാൻ പോകാം. എൻ്റെ ക്യാമറ എങ്ങനെയുണ്ട്? എൻ്റെ ക്യാമറ രസമുണ്ട്. ക്യാമറ രസമല്ലേ? എൻ്റെ പുതിയ ക്യാമറ, ചെറിയ ക്യാമറ അല്ലേ? ചെറുതല്ലേ? ഇത്രയേ ഉള്ളൂ. കൈൻ്റെ ഇത്രയല്ലേ ഉള്ളൂ? ഇത്രയേ ഉള്ളൂ. അച്ഛമ്മ മുട്ട കഴിച്ചോണ്ടിരിക്കുക, ഈവനിങ് സ്നാക്സ് കഴിച്ചോണ്ടിരിക്കുക അല്ലേ അപ്പൊ ഞങ്ങൾ പോയി ചായ കുടിക്കട്ടെ. അപ്പൊ എന്റെ ചായ ഇവിടെ ചായ കിട്ടി. ചായ കുടിക്കട്ടെ. അയറെന്ത് ചെയ്യായിരുന്നു? അയർ രാവിലെ മുതൽ ഇവിടെയായിരുന്നു അല്ലേ? അയറ എന്തൊക്കെയാ ചെയ്തേ? മുട്ട കഴിക്കുമായിരുന്നു അയറ. ഇവിടെ ഈവനിങ് സ്നാക്ക് കഴിച്ച് മുട്ടയാണ് കേട്ടോ. അതാണ് അവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുട്ട കഴിച്ചു. മുട്ടതാ പൊളിച്ചിട്ടേ ഉള്ളൂ. കഴിക്കാൻ പോവാ അല്ലേ? ഈവനിങ് ഒരു ചായ അത് നിർബന്ധാണ്. ഇല്ലെങ്കിൽ ഭയങ്കര ഫാൻ ഇട്ടില്ലേ ഭയങ്കര ചൂടാ. അപ്പം അതുകൊണ്ട് ഫാൻ ഉള്ളതുകൊണ്ട് ചിലപ്പം ബാക്കിൽ വോയിസ് ഫാനിൻ്റെ കേൾക്കാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങളത് എക്സ്ക്യൂസ് ചെയ്യാം. ഇനി നമുക്ക് പോയിട്ട് അർജുനെ വിളിച്ചിട്ട് വരാം. നമുക്കിനിപ്പം വീട്ടിലേക്ക് പോകണം. അപ്പം ഞാൻ പോയി അർജുനെ വിളിക്കട്ടെ. അർജുൻ കടന്നുറങ്ങാണ് കേട്ടോ. അർജുൻ ഓൾറെഡി നീച്ചിട്ടിരിക്കുക. അർജുൻ ലെങ്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി പോവാണ് കേട്ടോ. എൻ്റെ ക്യാമറ കാണിച്ചില്ലല്ലോ. ഇതാണ് എൻ്റെ ക്യാമറ. ഇതിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇത് ഞാൻ ഓൾറെഡി 2-3 വീഡിയോസൊക്കെ എടുത്തു. അപ്പം നല്ല ക്ലാരിറ്റി ഉള്ള പോലെ തോന്നി. ഇതാകുമ്പോൾ ഭയങ്കര സുഖമാണ്. നമുക്കിങ്ങനെ പോക്കറ്റിലിട്ട് കൊണ്ട് നടക്കാൻ ഭയങ്കര ഈസിയാണ് ഈ ക്യാമറ.
അങ്ങനെ ഞാൻ റെഡിയായി ഇരിക്കാൻ. റെഡി ആവാനൊന്നും ഉണ്ടായിരുന്നില്ല. ലിപ്സ്റ്റിക്ക് മാത്രം അപ്ലൈ ചെയ്തു കേട്ടോ. ഈ ഷെയ്ഡ് എങ്ങനെയുണ്ട് നിങ്ങൾ പറയണം. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ്. പ്ലമ്മിൻ്റെ ഒരു അടിപൊളി ഷെയ്ഡാട്ടോ. നല്ല കാറ്റാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ബാൽക്കണിയിൽ ഇങ്ങനെ ഇരിക്കുമ്പം ഭയങ്കര കാറ്റാണ് അമ്മമ്മേൻ്റെ വീട്ടിലെ. അപ്പം എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ട് എടുക്കാമെന്നാണ് ഇതുവരെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചിലപ്പം ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് കേൾക്കുന്നുണ്ട്. അവിടെ അമ്പലമാണ് കേട്ടോ. ഞങ്ങൾ തൊട്ടടുത്താണ് അഴകൊടി ദേവി ടെമ്പിൾ. അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. അവിടെ ഇങ്ങനെ പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. ഈവനിങ് ടൈം അല്ലേ. ഫോണിന് മൈക്ക് വയ്ക്കേണ്ടി വരും തോന്നുന്നു. കാരണം സൗണ്ട് ചിലപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവില്ല. നോക്കട്ടെ പോയിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് അറിയാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. അങ്ങനെ ഇവിടെ ഉമ്മർത്തിരുന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാം കേട്ടോ. ശിവാനി റെഡി ആയിട്ടുണ്ട്. ശിവാനി ഇട്ടിരിക്കുന്നത് എൻ്റെ ഡ്രസ്സാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടോ ശിവാനി? ഇത് ആക്ച്വലി ഞാൻ ദുബായിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സാണ്. പിന്നെ എനിക്കിത് പറ്റാണ്ട് ഞാൻ ഇത് ഇട്ടിട്ടേ ഇല്ല. ആക്ച്വലി വാങ്ങിച്ചു വെച്ചതേ ഉള്ളൂ. പിന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് തടിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ശിവാനിക്കായിരിക്കും ഇത് കറക്റ്റായിട്ടൊക്കെ മാച്ച് ആവുന്നത്. അപ്പോൾ ഞാൻ ശിവാനിക്ക് കൊടുത്തു. ഈ മിഡി നോക്കട്ടെ. ഇതെല്ലാം ഡേ ടു ഡേ എന്നാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കൊരു ഫംഗ്ഷൻ ഇടാൻ വേണ്ടി മേടിച്ചതാണ്. 2 അങ്ങനെ നോക്കിയിട്ട്. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ശിവാനിക്ക് കൊടുത്തു. ഇത് ഭയങ്കര ഒരു മിനി സ്കേർട്ട് പോലത്തെ സംഭവം. ഭയങ്കര അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ. മെറ്റീരിയൽ കണ്ടിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ആക്ച്വലി ഞാൻ ഒരു സാരീൻ്റെ കൂടെ ഇടണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സംഭവം എടുത്തത്. ഒറ്റ പ്രാവശ്യം എന്തോ ഞാൻ ഇട്ടിട്ടുള്ളൂ. പിന്നെ എനിക്ക് പറ്റുന്നില്ല അത്. ഞാൻ തടി കൂടി. അപ്പോൾ അതുകൊണ്ട് ശിവാനിക്ക് കൊടുത്തു. ഇഷ്ടമായി ശിവാനി? അടിപൊളിയല്ലേ? ശിവാനി അതേപോലെ അപ്ലൈ ചെയ്തിരിക്കുന്ന മസ്കാര എങ്ങനെയുണ്ട് നിങ്ങൾ പറയണേ. ഇത് മാൾസിന്റെ മസ്കാര. ഭയങ്കര വോളിയം വൈസിങ് മസ്കാര അല്ലേ ശിവാനി? കണ്ടിങ്ങനെ അടിപൊളിയായിട്ടുള്ള മസ്കാര. ഞാനും അതാണ് ഇപ്പം അപ്ലൈ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഐലൈനർ ഇട്ടതുകൊണ്ട് നിങ്ങൾക്ക് അത്ര മനസ്സിലാവുണ്ടാവില്ല. നാളെ കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയായിട്ടുള്ള മസ്കാരയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനും ശിവാനിയും റെഡിയായി. ബാക്കി എല്ലാവരും റെഡിയായി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ടായിരിക്കും എടുക്കുന്നത്. കാരണം ഇനിയിപ്പോൾ പുറത്തുനിന്ന് എവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. ഇരുടാവാൻ തുടങ്ങിയല്ലോ. അപ്പോൾ ഏകദേശം 6:30 ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആ വിശേഷങ്ങളും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. സ്വഭാവം ഒന്നുമില്ല. മേക്കപ്പ് ചെയ്യാൻ പോകുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് ഗോപിയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് നമുക്ക് ലിപ്സ്റ്റിക് തുടങ്ങാം. ഗൈസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ലിപ്സ്റ്റിക് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗൈസ്. ഏതാ ലിപ്സ്റ്റിക് പോയവാ? ഇത് ഗൈസ് പ്ലമ്മിന്റെ ലിപ്സ്റ്റിക് ആണ്. അപ്പൊ ഗൈസ് ലിപ്സ്റ്റിക് ഇടൽ ചടങ്ങ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ അമ്മ ലിപ്സ്റ്റിക് ഇട്ട് വരും. അപ്പൊ കണ്ടോ അതിലും നന്നായിട്ടുണ്ട്. നല്ല സംഭവം. നല്ല സാധനം. പ്രൊഫഷണൽ ശ്രമിച്ചാട്ടോ. ക്യാഷ്വലായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ മാള് പറഞ്ഞു ഞാൻ സൈഡിലേക്ക് നോക്കിയിരിക്കുക. അതാണ് കുറച്ചും കൂടി ഫിഗർ കുറച്ചും കൂടി നന്നാവും. സൈഡിലേക്ക് നോക്കിയിരിക്കുന്ന എന്റെ മസ്കാര, എന്റെ ലിപ്സ്റ്റിക്ക് ഇതൊക്കെ അവൾ ഇട്ടോ. ഒന്നും അവളെ സ്വന്തം കേട്ടോ. എല്ലാം എന്റെതാ. യെസ് ഗൈസ്. അപ്പൊ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. മുടിയൊക്കെ അവിടെ പോയിട്ട് വേണം സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. 2 കാറിലായിട്ടാണ് നമ്മൾ പോകുന്നത്. കുത്തി നിറച്ചിട്ടാണ് പോണത്. കുത്തി നിറച്ചിട്ടാണ് പോണത്. നേരെ ഞങ്ങൾ ഫോട്ടോ ടെക്കിലേക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരെ ഫോട്ടോ ടെക്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇറങ്ങി. ഇവിടെ അത്യാവശ്യം പാർക്കിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ ടൗണിൻ്റെ നടുക്ക് തന്നെയാണ് ഈ ഒരു ഫോട്ടോ ടെക് സ്റ്റുഡിയോ വരുന്നത്. ഞാൻ അവിടുന്ന് നേരെ ഫോട്ടോ ടെക്കിനുള്ളിലേക്ക് കയറി. ഇവർക്കൊരു സെപ്പറേറ്റ് സ്റ്റുഡിയോ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഭയങ്കര സൗകര്യമാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ടാണ് സ്റ്റുഡിയോ ഉള്ളത് കേട്ടോ.
അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. എൻ്റെ സൗണ്ടിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും, കാരണം എനിക്ക് ചെറുതായിട്ട് കോൾഡും ചുമയൊക്കെയാണ്, അതുകൊണ്ടാണ് സൗണ്ടിൽ ചെറിയ വ്യത്യാസം. എൻ്റെ മാമനൊരു ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു. പിന്നെ അത് മാത്രമല്ല, എങ്ങനെ ഫോട്ടോ എടുക്കണം, എങ്ങനെ സെറ്റ് ചെയ്യണം, കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോണത്. ഇവിടെയാണെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം എല്ലാ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ ഇവിടെ ഒരു വെയിറ്റിംഗ് ഏരിയ പോലെ ഉണ്ട്. അത്യാവശ്യം ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് പ്രകാശേട്ടൻ എൻ്റെ മാമൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ആളാണ് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെയൊക്കെ സെറ്റപ്പ് ആക്കി തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ട് ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ പോലെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഡ്രസ്സപ്പ് ചെയ്യാനും അതേപോലെ ഒന്ന് റെഡി ആവാനും മേക്കപ്പൊക്കെ ഒന്ന് വേണമെങ്കിൽ ചെയ്യാനും ഒക്കെ ഉള്ളൊരു ചെറിയൊരു സ്പേസും മിററും ഉണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഇവിടെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ കണ്ടു ഓൾറെഡി ഫോട്ടോ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് പ്രിൻ്റ് എടുത്ത് തന്നിട്ടൊന്നുമില്ല, അവർ ജസ്റ്റ് നമുക്ക് അപ്പം തന്നെ അവരുടെ ഒരു ലാപ്ടോപ്പിൽ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ എങ്ങനെ നിൽക്കണം എന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്യായിരുന്നു. ഈ സ്റ്റുഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ സെറ്റപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ടൈം എടുക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ആദ്യം നമ്മളുടെ എല്ലാവരുടെയും ഒരു ഫാമിലി ഫോട്ടോ എടുത്തു. അതിനുശേഷം ഞങ്ങൾ കസിൻസിൻ്റെ മാത്രം ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആക്ച്വലി എൻ്റെ അമ്മയ്ക്ക് 2 അനിയന്മാരാണ്. 2 അനിയന്മാരെ മക്കളാണ് കേട്ടോ ഇവർ. അപ്പോൾ ഇതിൽ ഏറ്റവും മൂത്തത് ഞാനാണ്. അപ്പോൾ ഞങ്ങളൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 3 പെൺകുട്ടികളാണ്, പിന്നെ ഒരു ആൺകുട്ടിയുണ്ട്, ശിവാങ്കും കൂടി ഉണ്ട്. ശിവാങ്ക് എൻ്റെ ഏറ്റവും ചെറിയ മാമൻ്റെ മകനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം ഗേൾസ് മാത്രം എടുത്തിട്ട് പിന്നെ ശിവാങ്കിനെ കൂട്ടി എടുക്കാമെന്നുള്ള പ്ലാനായിരുന്നു. അങ്ങനെ ആ ഫോട്ടോസൊക്കെ അടിപൊളിയായിട്ട് എടുത്തു. കുറേ പോസിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞും മറിഞ്ഞിട്ടൊക്കെ എടുത്തു കേട്ടോ. പിന്നെ നിങ്ങളവിടെ ഒരു വൈറ്റ് കളറിലുള്ള സംഭവം കണ്ടിട്ടുണ്ടോ? അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സംഭവമാണ്. അതിവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഹൈറ്റ് കുറഞ്ഞ എന്നെ പോലത്തെ ആൾക്കാർക്കൊക്കെ നിൽക്കാനും ഫോട്ടോയ്ക്ക് നല്ല അടിപൊളിയായിട്ട് പോസ് ചെയ്യാനൊക്കെ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഫാമിലീൻ്റെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ള ദിവസമാണ്. എപ്പോഴും എല്ലാവരും വീട്ടിലൊക്കെ വരെയും കൂടിയിട്ട് നമ്മളിങ്ങനെ പുറത്തൊക്കെ പോയി ടൈം സ്പെൻഡ് ചെയ്യുന്നത് വളരെ ചുരുക്കമാണ്. കാരണം ഓരോ പ്രാവശ്യം പുറത്ത് പോകുമ്പോഴും ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ ജോലി തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ കൂടാനൊന്നും പറ്റാറില്ല. കൂടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പുറത്തൊക്കെ പോകാൻ പറ്റാറില്ല. വീട്ടിൽ നിന്ന് നമ്മളെപ്പോഴും കാണും, അങ്ങനെയൊക്കെ അല്ലാണ്ട് പുറത്ത് പോയിട്ട് ഇങ്ങനെ ഒരുമിച്ച് ഫുഡ് കഴിക്കുക അങ്ങനെയൊക്കെ വളരെ റെയറാണ് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരോ സെറ്റായിട്ടാണ് പോവുക, ഒരുമിച്ച് പോകുന്നത് വളരെ റെയറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈവനിങ് ഇതിന് വേണ്ടി മാത്രം മാറ്റി വയ്ക്കാമെന്ന് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും കറക്റ്റ് സമയത്ത് എത്തി നമ്മൾ പുറത്ത് പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ സീഷൽ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചേ. കുറേ അധികം ഐറ്റംസൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. ഞങ്ങൾ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു, 14 പേരുണ്ടായിരുന്നു. പിന്നെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര പേർക്ക് പോയാലും ഇരിക്കാനുള്ള സൗകര്യം ഇവിടെ നന്നായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറേ പേരൊക്കെ വരുന്ന ടൈമിലാണെങ്കിൽ ഇവിടെയാണ് നമ്മൾ പോകാൻ വേണ്ടി പ്രിഫർ ചെയ്യാറ്. അത് മാത്രമല്ല നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഞങ്ങൾ ഇത്ര പേര് കഴിച്ചിട്ട് ഏകദേശം 3500 രൂപ ആയിട്ടുള്ളൂ. നമ്മൾ വേറെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി അധികം ആയേനെ. ഈ ഒരു ആംബിയൻസിൽ അടിപൊളിയായിരുന്നു. പിന്നെ അവിടുന്ന് നേരെ ബീച്ചിൽ പോകാമെന്നുള്ള പ്ലാൻ പെട്ടെന്ന് ഇട്ടതാണ്. നേരെ ബീച്ചിലേക്ക് പോയി കുറച്ച് നേരം ബീച്ചിലൊക്കെ നിന്ന് ടൈം സ്പെൻഡ് ചെയ്തു. അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ നമ്മളെ കോഴിക്കോട് ബീച്ചിൽ വെല്ലാൻ വേറൊരു ബീച്ചില്ല എന്നാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്നത്തെ ദിവസം എന്തായാലും അടിച്ചു പൊളിച്ചു കേട്ടോ. ബീച്ചിലെത്തിയപ്പോഴത്തേക്കിന് എനിക്ക് അത്യാവശ്യം ചുമയും അതേപോലെ കോൾഡൊക്കെ നന്നായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, നമുക്ക് ആ ഒരു മൊമെൻറ്റ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അധികം വീഡിയോസും കാര്യങ്ങളൊന്നും ബീച്ചിലെത്തിയപ്പം എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഡസ്റ്റ് തീരെ പറ്റില്ല കേട്ടോ. പ്രത്യേകിച്ചും കോൾഡുള്ള സമയത്ത് കുറച്ചും കൂടി ഡസ്റ്റ് അടിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.